ഇവൻ എന്തായി നോക്കുന്നത്? എടാ കള്ള, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മാറ്റത്തിനുള്ള കാരണം? മാധവേ, എന്നാൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുവാണേ. ഇപ്പോഴേ പോകുവാണോ? പിന്നെ പോകണ്ടായോ? നാളെ എല്ലാവർക്കും ഓഫീസിൽ പോകാനുള്ളതാ. എന്ത് ചെയ്യാനാ, ടൈം പോയത് അറിഞ്ഞതേ ഇല്ല. നിത്യമോളോടൊന്ന് നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഏയ് അത് സാരമില്ല ആൻറ്റി, ഞാനിവിടെ തന്നെയല്ലേ ഉള്ളത്, നമുക്കിനിയും സംസാരിക്കാം. അതുമല്ല, ആൻറ്റിയുടെ കയ്യിൽ എൻ്റെ നമ്പറില്ലേ? ഫ്രീ ആകുമ്പോൾ ആൻറ്റി വിളിച്ചാൽ മതി, നമുക്ക് വിശദമായിട്ടിരുന്ന് സംസാരിക്കാം. എടി ഗൗരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണേ. നാളെ ഷോപ്പിൽ വെച്ച് കാണാം. ശരി എന്നാ. നീതു, പോയിട്ട് വരാവേ. ഓക്കെ, ബൈ. മക്കളെ, എന്നാ നിങ്ങൾ പോയി കിടന്നോ. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. ഇപ്പോഴേ കിടക്കണോ പപ്പ? ഇപ്പം തന്നെ കിടക്കണം. നീ ഇങ്ങോട്ട് വന്നേ. എന്തിനാടി ചേച്ചി നീ എന്നെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നത്? എനിക്കാണെങ്കിൽ ഉറക്കം പോലും വരുന്നില്ല. അതിന് ഉറങ്ങാനാ നിന്നെ വിളിച്ചോണ്ട് വന്നേന്ന് ആര് പറഞ്ഞ്? ഓ, പിന്നെ എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ആൻസറാണ്. ഇതെന്ത് പാടി ചേച്ചി, എക്സാം വല്ലതും ആണോ? നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്ക്, അല്ല ചുമ്മാ ചുറ്റി വളച്ച് സംസാരിക്കാതെ. കാര്യം നിനക്കറിയാം, ഇനി മറന്നെങ്കിൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. ഓ, ഒന്ന് പറയാവോ? സത്യം പറയടി, അച്ചുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലേ നീ എന്നെ അപ്പുവേട്ടനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്തത്? ഏയ്, ഞാനങ്ങനൊന്നും വിചാരിച്ചിട്ടില്ലടി ചേച്ചി. അയ്യോ, ഇനി എൻ്റെ മോള് കിടന്ന് തടി തപ്പണ്ട. നിന്റെ ഉദ്ദേശം അതായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അന്നേ എനിക്കറിയാമായിരുന്നു ഒന്നും കാണാതെ നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലെന്ന്. അപ്പുവേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിനക്കെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന്. അപ്പം അപ്പുവേട്ടൻ പറഞ്ഞ എന്താണെന്നറിയാവോ? നീ പാവമാണ്, സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെയാ. കണ്ടോ, അപ്പുവേട്ടന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഉവ്വ്, ആ പാവത്തിനെ നിന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. അങ്ങേരുടെ വിചാരം നീ എന്തോ മാലാകയാണെന്നൊക്കെയാ. ബട്ട് എനിക്കല്ലേ അറിയത്തുള്ളൂ നീ ശരിക്കും യൂദാസാണെന്ന്. ഞാൻ ശരിക്കും ഇനി യൂദാസാവാൻ പോകുന്നതേ ഉള്ളൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യടി എൻ്റെ ചേച്ചി. എന്താടി, ഇനി ഏതെങ്കിലും നുണകളൊക്കെ ആലോചിച്ച് കൂട്ടുവാണോ? ആണെങ്കിലേ എൻ്റെ അടുത്തത് നടക്കില്ല. ഓൾറെഡി നീ പിടിക്കപ്പെട്ടു. ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയണം. ബട്ട് ആൻസർ സത്യസന്ധമായിരിക്കണം. ഓ, ഇനി അതെന്താണാവോ? സിമ്പിൾ. നീ അച്ചുവിനെ ഇങ്ങനെ സീക്രട്ടായിട്ട് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എത്ര നാളായി എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അതൊന്നും ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, അച്ചുവിൻ്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ്. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നീയും അച്ഛനും തമ്മിൽ റിലേഷനിലായിരുന്നു എന്ന്. ആര്?
ഞാനും അച്ചുവോ? അതെ, നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് വിചാരിച്ച് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചോന്നറിയാവോ? അങ്ങനെ ഇരിക്കാണ് അപ്പോട്ടെന്നെ നിൻ്റെയും കാര്യം അറിഞ്ഞത്. അപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഹോ, അതറിഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടത്തല്ല് തന്നെ നടന്നേനെ. ഓഹോ, അപ്പം നീ എന്നെ തല്ലാൻ റെഡിയായി ഇരിക്കുമായിരുന്നോ? ഞാൻ ചുമ്മാ പറഞ്ഞതാടി. ബട്ട് ഞാൻ നന്നായിട്ട് ജലസടിച്ച ടൈമായിരുന്നു അത്. അപ്പോഴാണ് ദൈവദൂതനെ പോലെ അപ്പോഴത്തെ എൻട്രി. നീ കൊള്ളാലോടി. എന്നാലേ ഞാനും അച്ചും റിലേഷനിലായിരുന്നു എന്നിരിക്കട്ടെ, അപ്പം നീ എന്ത് ചെയ്തേനെ? ഓ, അതൊന്നും ഇപ്പം പറയാൻ പറ്റൂല. അതൊക്കെ അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. വേണ്ടി വന്നാൽ നീ എന്നെ തട്ടുമായിരുന്നു അല്ലേടി? ഏയ്, ആ പരിപാടിക്ക് ഞാനില്ല. അതൊക്കെ റിസ്ക് ആണ് മോളെ. നിന്നെ കൊന്നിട്ട് പിന്നെ പോലീസ്, കോടതി, ജയില്, എൻ്റെ പൊന്നോ എനിക്ക് വയ്യ. ആഹാ, എൻ്റെ മോൾ അത്രയ്ക്കൊക്കെ ചിന്തിച്ചു കൂട്ടിയോ? എന്നാലേ ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഇന്ന് അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു? നീ എന്നെ കുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായടി ചേച്ചി. ബട്ട് സോ സോറി മോളെ. അച്ഛനെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അങ്ങേരം കൊണ്ടേ പോവും. നിനക്കപ്പം കിട്ടിയതൊന്നും മതിയായിട്ടില്ല അല്ലേ? ഇല്ല, ഒട്ടും മതിയായിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ പിന്നിലിപ്പോൾ വേറെ ആളൊക്കെ ഉണ്ട്. നിന്റെ പിന്നിലോ? എന്തേ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ? ഓ, ഒരു ഓള കോമഡി. അത് പോട്ടെ, എൻ്റെ പിന്നിൽ ആരാണെന്ന് നിനക്കറിയണ്ടേ? ആരാണാവോ ആ മന്ദബുദ്ധി? നീ ചോദിച്ച ആ മന്ദബുദ്ധി വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പാറു ആൻറ്റിയാണ്. ആൻറ്റിയോ? ആൻറ്റിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ ഒരു ലോങ് സ്റ്റോറിയാണ് മോളെ. ആദ്യം തന്നെ ആൻറ്റി ഏറിക്കേറ്റിട്ട് ഇപ്പം ആൻറ്റിയെ കയ്യിലെടുക്കുകയും ചെയ്തോ? ഓ, വല്ലാത്ത ജന്മം തന്നെ. ഹിഹി, ഇതൊക്കെ ഒരു കഴിവാണ് മോളെ, കഴിവ്. എന്നാലും ആൻറ്റി എന്ത് കണ്ടിട്ടാണ് നിൻ്റെ കൂടെ നിൽക്കുന്നത്? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എൻ്റെ ചേച്ചിക്കുട്ടിക്ക് ഇപ്പം ഇല്ല കേട്ടോ. അല്ല, ആൻറ്റിയോട് ഇതൊക്കെ പറയാൻ നിനക്ക് എവിടുന്ന് കിട്ടിയടി ഇത്ര ധൈര്യം? സാഹചര്യമാണ് മോളെ നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇത്ര പാവമായ ആൻറ്റിയോട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ റിലേഷനെ പറ്റി മറച്ചു വെക്കുന്നത്? നിങ്ങൾ തുറന്നു പറയേണ്ട താമസം ആൻറ്റി നിങ്ങളുടെ മാരേജ് നടത്തിത്തരും. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? നോക്കട്ടെ, ഉടനെ തന്നെ തുറന്നു പറയണം. എനിവേ, ഐ ആം സോ ഹാപ്പി. എൻ്റെ കാര്യം ഏകദേശം സെറ്റായ ലക്ഷണമൊക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ ആൻറ്റിയെ നീ കയ്യിലെടുത്തു എന്നുള്ളത് സത്യമാ. ബട്ട് അച്ചുവോ? അവനെന്താ നീ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ അങ്ങോട്ട് പ്ലാൻ ചെയ്യും. നീ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടാൽ മതി മോളെ. ഓ ശരി, എന്നാ എന്താന്ന് വെച്ചാൽ കാണിച്ചു കൂട്ട്. ഏട്ടാ, നിങ്ങളുടെ മോൻ്റെ പെട്ടെന്നുള്ള ചേഞ്ച് ഇല്ലേ, അതിനുള്ള കാരണം ഞാൻ കണ്ടെത്തി. ആഹാ, അത് കൊള്ളാലോ. വെയിറ്റ്, അതവിടെ നിൽക്കട്ടെ. നീ ഇന്ന് നിത്യമോളോട് എന്താ സംസാരിച്ചത്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. ആദ്യം എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. അവൻ്റെ മാറ്റത്തിനുള്ള കാരണം ചേട്ടൻ അറിയണ്ടേ? ഓക്കെ, നീ പറ, എന്താ ആ കാരണം? ആ കാരണമാണ് നമ്മുടെ നിത്യമോള്. നിത്യമോളോ? അതെങ്ങനെ? എൻ്റെ ഏട്ടാ, നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന്. ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതൊക്കെ സത്യമാണോ പാറു? കേട്ടിട്ട് ഇതൊക്കെ ഒരു സ്വപ്നം പോലുണ്ട്. നമ്മുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് കേട്ടപ്പോൾ എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു ചേട്ടാ. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിലെങ്കിലും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമാണോ? ഓ, അപ്പം ഇതായിരുന്നോ നിങ്ങൾ മാറി നിന്ന് സംസാരിച്ചത്? സത്യം പറഞ്ഞാലുണ്ടല്ലോ പാറു, നിന്റെ പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു കൂട്ടത്തല്ല് നടക്കുമെന്ന്. ഏട്ടാ അല്ല പാറു, പതിവ് അതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളിപ്പോൾ പതിവ് നോക്കാതെ ബാക്കി എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്ക്. മതി, ഇനി പറയാൻ പോകുന്ന കാര്യം എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായെന്ന്? അച്ചു ഇന്ന് നിത്യമോളോട് ദേഷ്യപ്പെട്ട കാര്യമല്ലേ? എന്നാ അതല്ല. അപ്പൊ ഇനിയുണ്ടോ കാര്യങ്ങള്? പിന്നെ ഉണ്ടല്ലോ. ആഹാ, അതിനി എന്തുവാ? അതോ, ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ അച്ചു എന്തെടുക്കുമായിരുന്നെന്ന് നിങ്ങൾ കണ്ടോ? അതെന്തോ ഇത്ര കാണാൻ? അവന് ഫുഡ് കഴിക്കുമല്ലായിരുന്നോ?
അവൻ ഫുഡൊക്കെ കഴിച്ചു, അത് വെറും പേരിന് മാത്രം. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ മോൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടായിരുന്നു? പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതിനിടയിലല്ലേ അവനെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കി കാണത്തില്ല, പക്ഷേ ഞാൻ കണ്ടു. ഷെടാ, കാര്യം എന്താന്ന് വെച്ചാൽ പാറു, വെറുതെ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ. അതോ, അവൻ ഫുഡ് കഴിക്കുന്ന ടൈം മുഴുവൻ നിത്യമോളെ നോക്കിയിരുന്ന് ചിരിക്കുമായിരുന്നു. അപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ആ വേറെ കാര്യം എന്തുവാ? ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞത് ചേട്ടൻ ഓർക്കുന്നില്ലേ? അതായത് അച്ഛൻ വിളിച്ച കാര്യം പറയാൻ വേണ്ടി അച്ഛൻ്റെ റൂമിൽ ചെന്നപ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുമായിരുന്നെന്ന് ചേട്ടനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതേ സെയിം വളച്ച ചിരിയായിരുന്നു ഇന്നും ഞാൻ കണ്ടത്. അതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി, ഇന്നലെ നിങ്ങളുടെ മോൻ ചിരിച്ചത് നിത്യമോളുടെ കാര്യം ഓർത്തിട്ട് തന്നെയാണ്. അതെങ്ങനെ നിനക്ക് ഉറപ്പിക്കാൻ പറ്റും പാറു? ഇനി അവൻ വേറെ വല്ല കാര്യം ആലോചിച്ചിട്ട് ചിരിച്ചതാണെങ്കിലോ? എൻ്റെ ചേട്ടാ, 24 കൊല്ലമായിട്ട് അവൻ്റെ ഓരോ മാറ്റങ്ങളും അടുത്ത് നിന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളല്ലേ ഞാൻ. എനിക്ക് അവൻ്റെ ഈ മാറ്റം എന്താ മനസ്സിലാക്കാൻ പറ്റില്ലേ? അല്ല, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ അച്ചുവിൻ്റെ മനസ്സിലും നിത്യമോൾക്കൊരു സ്ഥാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാ നിങ്ങളുടെ മോൻ്റെ മനസ്സ് ഇളകി തുടങ്ങിയെന്ന്. നമ്മുടെ അച്ചുവിന് നിത്യമോളെ ഇഷ്ടമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എനിക്ക് അങ്ങനെയാ ചേട്ടാ തോന്നുന്നത്. എന്നാലേ ആ തോന്നൽ എൻ്റെ മോളങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിന്നെ അത് നടത്തിയിട്ട് ഈ പാറുവിന് ഇനി വിശ്രമമുള്ളൂ. അല്ല, നിങ്ങളിനി എന്തോ നോക്കൊണ്ടിരിക്കുക? നിങ്ങൾക്കല്ലേ നാളെ ഓഫീസിൽ പോകേണ്ടത്? പോയിക്കിടന്ന് ഉറങ്ങും മനുഷ്യ. ഇതാ ഇപ്പം നന്നായേ, നീ അല്ലേ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നത്. പാറു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടെ മിക്കവാറും ഒരു ഭൂകമ്പം നടക്കും. എന്താ ചേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇനി അതിനെന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ട്. അതെന്താ ആ കാരണം? എടി പൊട്ടിപ്പാറു, അച്ചു എന്ന് നിത്യ വഴക്ക് പറഞ്ഞെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അവന് എന്തെങ്കിലും ഒരു ഇഷ്ടം ആ കൊച്ചിനോടുണ്ടായിരുന്നെങ്കിൽ അതിനോട് ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പം ശരിക്കും പൊട്ടനായത് ചേട്ടനാ. പാറു, പിന്നല്ലാതെ ഞാൻ എന്തുവാ പറയേണ്ടത്? അവൻ്റെ സ്വഭാവം ചേട്ടന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അവനോട് ഒരാളും നുണ പറയുന്നത് അവനിഷ്ടമല്ല. സോ നിത്യമോളും നുണ പറഞ്ഞതുകൊണ്ട് അവൻ അവളോട് ദേഷ്യപ്പെട്ടു, അതത്രേ ഉള്ളൂ. ആ ദേഷ്യപ്പെട്ടവൻ തന്നെ പിന്നീട് അവളെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് ഇളിച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ? അത് കണ്ടില്ലെന്നല്ലേ ഞാൻ മുന്നേ നിന്നോട് പറഞ്ഞത്. കണ്ടില്ലെങ്കിൽ കണക്കായിപ്പോയി. അല്ല പിന്നെ പാറു, നീ ചൂടാവാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. നീ ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് മനസ്സിലാവും. അല്ല, ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിത്യമോള് നമ്മുടെ മരുമകളായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ അവളെ നമ്മുടെ മരുമകളായിട്ട് കിട്ടിയാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവള് നമ്മുടെയും കൂടെ മോളല്ലേ. അപ്പം പിന്നെ എന്താ പ്രശ്നം? ഓക്കെ, നീ പറഞ്ഞതുപോലെ നമ്മുടെ അച്ഛന് നിത്യമോളെ ഇഷ്ടമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ബട്ട് ഈ മാരേജിന് നമ്മുടെ അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അപ്പോഴേ തോന്നി ഏട്ടൻ പറഞ്ഞ് അത് അവസാനം നിങ്ങളുടെ അച്ഛനിൽ തന്നെ വന്ന് നിൽക്കുമെന്ന്. അല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പാറു. എന്നിട്ട് പറ, അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ സമ്മതിക്കാതെ അച്ഛൻ ഈ കല്യാണത്തിന് റെഡി ആവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ അച്ഛൻ്റെ സമ്മതം എന്തായാലും എനിക്ക് വേണ്ട. എൻ്റെ മോൻ്റെ സമ്മതം മാത്രം മതി. എൻ്റെ പാറു, നീ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ സമ്മതമില്ലാതെ അവ മാരേജിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുമല്ല, ആ പ്രഭാകരൻ്റെ മോളെ നിനക്കറിയില്ലേ? ആ കൊച്ചിനെ നമ്മുടെ അച്ഛനു വേണ്ടി ആലോചിക്കണമെന്ന് ഒരിക്കൽ അച്ഛൻ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ഇപ്പോഴാണെങ്കിൽ അച്ചു നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഒരു പാർട്ടായിട്ട് മാറി. സോ ചിലപ്പോൾ അച്ഛൻ ആ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അയ്യടാ, അത് നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിലങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. ആ മാങ്ങാണ്ടി പെണ്ണിനെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. പാറു, നീ എന്തു ഈ പറയുന്നത്? മാങ്ങാണ്ടി പെണ്ണോ? പിന്നല്ലാതെ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സാധനം ആ പെണ്ണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ആ കൊച്ച് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ? അതിനെപ്പോലൊരു സാധനത്തിനെ എൻ്റെ മരുമകളാക്കാന്ന് നിങ്ങളുടെ അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അത് നടക്കത്തില്ല. പാറു,
ഈ കാര്യത്തിൽ അച്ഛനെ എതിർക്കാൻ എന്തായാലും നമ്മളെക്കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ അച്ഛൻ ഇനി തലകുത്തി നിന്നെന്ന് പറഞ്ഞാലും ആ മാരേജ് നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തായാലും നമുക്കിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇപ്പം സംസാരിച്ചാലേ ശരിയാകത്തില്ല. നിങ്ങൾക്ക് ഓഫീസിൽ പോകണ്ടല്ലേ, നിങ്ങൾ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എൻ്റെ പൊന്നോ, നിന്നോട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ അല്ലേലും ഞാനില്ല. നിങ്ങൾ നോക്കിക്കോ മനുഷ്യ, ഇനി ഇവിടെ എന്ത് ഭൂകമ്പവും സുനാമിയും വന്നെന്ന് പറഞ്ഞാലും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ കല്യാണം ഈ പാറു എങ്ങനെയും നടത്തിയിരിക്കും. ഇതെന്താ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്? അവളെ മറക്കണമെന്ന് വിചാരിക്കും തോറും മനസ്സ് മുഴുവൻ അവളുടെ ഓർമ്മകളാണ്. അവളിൽ നിന്ന് അകലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കും തോറും അവളുടെ പ്രസൻസും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓ ഗോഡ്, എനിക്ക് എന്താ ഈ സംഭവിക്കുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്?